നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നെയ്യാറ്റിൻകര പിതാവിനെ മക്കൾ സമാധിയിരുത്തിയെന്ന ദുരൂഹ സംഭവത്തിൽ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പോലീസ് തുറന്നു. ഇരിക്കുന്ന നിലയിൽ കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളുമുണ്ട്. തുടർ നടപടികൾക്കായി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും മുഖത്തും ശിരസ്സിലും വിഗ്രഹങ്ങളിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തി. പിന്നീട് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരിക്കുന്നത്. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് പോലീസ് നടത്തുക. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തിനിറച്ച നിലയിലാണ്. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകിത്തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്. കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്നും പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നു. ഇത് സ്ഥിരീകരിക്കാൻ DNA പരിശോധന ഉൾപ്പെടെ നടത്തും. മരണകാരണവും കണ്ടെത്താനുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കല്ലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ അടച്ചു. ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ടാർപാളിൻ ഉപയോഗിച്ച് കല്ലറ മറച്ചതിനു ശേഷമാണ് മേൽമൂടി തുറന്നത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. വനം നിയമ ഭേദഗതി ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ. നിലവിലെ ഭേദഗതികൾ ഇതിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ബിഷപ്പ് ജോസഫ് പ്ലംബാനി. സർക്കാരിൻ്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവും ഉണ്ടെന്ന് പറഞ്ഞ പ്ലംബാനി മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലെടുത്തെന്നും അഭിപ്രായപ്പെട്ടു. സർക്കാർ തീരുമാനം വൈകി എന്ന അഭിപ്രായമില്ലെന്നും അവരുടെ ആത്മാർത്ഥത സംശയിക്കുന്നില്ലെന്നും കേന്ദ്രവും സത്വര ഇടപെടൽ നടത്തണമെന്നും ജോസഫ് പ്ലംബാനി കൂട്ടിച്ചേർത്തു. വനം നിയമ ഭേദഗതിയിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിന്മാറ്റം ഞങ്ങൾ നയിച്ച പോരാട്ടത്തിൻ്റെ വിജയമാണെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ പറഞ്ഞു. കർഷക മനുഷ്യത്വ വിരുദ്ധ ബിൽ നിന്നുള്ള സർക്കാർ പിന്മാറ്റം ബില്ലിനെതിരെ നയിച്ച ജനകീയ യാത്രയുടെ വിജയമാണെന്നും പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നുവെന്നും പോരാട്ടത്തിന് പിന്തുണ നൽകിയ UDF നേതാക്കൾക്ക് നന്ദി പറയുന്നുവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് 570 തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസിസ്റ്റന്റ് സർജന്മാരുടെ 5 തസ്തികകളും ഗ്രേഡ് 2 നഴ്സിംഗ് ഓഫീസർമാരുടെ 150 തസ്തികകളും ഗ്രേഡ്